രാജ്യതലസ്ഥാനത്തേക്കാണ്. അവിടെ ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഹമാസ് മാതൃകയിലുള്ള ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്താൻ വൈറ്റ് കോളർ ഭീകര സംഘം പദ്ധതിയിട്ടിരുന്നതായി NIA അറിയിക്കുന്നുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഫോടക വസ്തുക്കൾ ഡ്രോണിൽ നിറച്ച് ഇവർ പരീക്ഷണം നടത്തിയിരുന്നെന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ ബീഹാറിൽ ഇന്ന് ചേരുന്ന NDA നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിനെ തെരഞ്ഞെടുക്കുമെന്ന വാർത്തയുമുണ്ട്. രാജ്യതലസ്ഥാനത്ത് നിന്ന് പൊതുവായ ദേശീയ വാർത്തകൾ എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാൻ സാധ്യത? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. രാജ്യതലസ്ഥാനത്ത് നിന്നും ഇന്ന് ഒട്ടേറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ച ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം, അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന വൈറ്റ് കോളർ സംഘത്തിന് വലിയ ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് നടത്താൻ പദ്ധതിയുണ്ടായിരുന്നു എന്നാണ് NIA അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ തെളിവ് ലഭിച്ചത് അനന്ത്നാഗ് സ്വദേശിയായ ഡാനിഷ് എന്നയാൾ. ഇയാൾ ഈ സംഘത്തിന് വേണ്ടി ഈ റോക്കറ്റുകൾ ഒപ്പം തന്നെ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇയാളെ ഇന്നലെ വൈകിട്ട് NIA ജമ്മു കശ്മീരിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിർണായകമായ തെളിവുകൾ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കും എന്ന പ്രതീക്ഷയാണ് NIAക്ക് ഉള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് NIA നടത്തുന്ന രണ്ടാമത്തെ അറസ്റ്റാണ് ഇത്. ഇത്തരത്തിലുള്ള ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള പരീക്ഷണം നടന്നു വരുന്നതിനിടെയാണ് കാർ ഉപയോഗിച്ച് ഒരു ചാവേർ ആക്രമണം ഡൽഹിയിൽ നടത്തിയത്. സമാനമായി 6 ഇടങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്താനായിരുന്നു ഈ സംഘത്തിന് പദ്ധതിയെന്നും ഈ സംഘത്തിന്റെ ശൃംഖല നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതാണ് എന്നുമുള്ള ഒരു കണ്ടെത്തലാണ് NIA നടത്തിയിരിക്കുന്നത്. രാജ്യവ്യാപകമായി തന്നെ ഇതിനായുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. അതിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലേക്കുള്ള കാൽവെപ്പ് ഇന്ന് ഉണ്ടാകും. ഇന്ന് പട്നയിൽ ചേരുന്ന NDA നിയമസഭാ കക്ഷി യോഗത്തിൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി ഔപചാരികമായി തെരഞ്ഞെടുക്കും. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരാൻ നേരത്തെ തന്നെ ധാരണയിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ തവണയ്ക്ക് സമാനമായി തന്നെ BJPയുടെ 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും. നിതീഷ് കുമാറിന്റെ JDUവിന് 14 മന്ത്രിസ്ഥാനങ്ങളും BJPക്ക് 15 മന്ത്രിസ്ഥാനങ്ങളും ഉണ്ടാകാനാണ് സാധ്യത. നിലവിൽ ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്ന സാധ്യത. അതേസമയം LJPക്ക് 3 മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കും എന്നാണ് വിവരം. LJP ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകി തൃപ്തിപ്പെടുത്താനുള്ള ഒരു ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. HAMനും കുശാവഹയുടെ പാർട്ടിക്കും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ വീതമായിരിക്കും നൽകുക. 6 MLAമാർക്ക് 1 മന്ത്രി എന്ന രീതിയിലാണ് നിലവിൽ എത്തിയിരിക്കുന്ന ധാരണ. ഒപ്പം തന്നെ ഇന്ന് തന്നെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാനാണ് തീരുമാനം. നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് NDA നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇന്ന് SIRമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി കോൺഗ്രസിന്റെ നേതൃയോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കൂടാതെ പാർട്ടി അധ്യക്ഷന്മാർ, സഭാകക്ഷി നേതാക്കൾ തുടങ്ങിയവരെയാണ് ഈ യോഗത്തിനായി വിളിച്ചിരിക്കുന്നത്. SIR നടപടികൾ നിലവിൽ കേരളമടക്കമുള്ള 12 ഇടങ്ങളിൽ പുരോഗമിക്കുകയാണ്. ഇവിടങ്ങളിലെ സാഹചര്യം, അതിനെ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അവിടെയുള്ള പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.